എങ്ങനെയുണ്ട്? ഏയ് സാരമില്ല. ലക്ഷ്മി എങ്ങനെ അറിഞ്ഞു? ജയം വിളിച്ചു പറഞ്ഞു. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നല്ലേ പറയുന്നത്? ഇന്നലെ ലക്ഷ്മിക്ക് തന്നത് മുതലും പലിശയും ചേർത്ത് തിരിച്ചു കിട്ടി. ലക്ഷ്മി പോയിക്കോളൂ. വേണ്ട, ഞാനിനി പോകുന്നില്ല. ഗസ്റ്റ് റൂമിൽ കിടന്നോളാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ്, ഇത് കണക്ട് ചെയ്യണോ? ഞാൻ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്. ഒരു മന്ത്രിയെ കല്ലെറിഞ്ഞു വന്നാൽ ഈ വ്യവസ്ഥിതി മാറുമോ? കിടപ്പാടം പോയവന് പട്ടയം കിട്ടുമോ? വെടികൊണ്ട് മരിച്ചവർ തിരിച്ചു വരുമോ? സ്ത്രീകളുടെ പോയ മാനം തിരിച്ചു കിട്ടുമോ? കിട്ടുമോന്ന് എങ്കിലറിഞ്ഞോ? കൊന്നോ? ഞാനും വരാം. ജയ, ഒരുമാതിരി മുട്ടാപ്പോക്ക് പറയാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നൊന്ന് കരഞ്ഞു. നിങ്ങൾ അങ്ങ് ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ ആരാ? യേശു ക്രിസ്തു? ജയ, നിങ്ങളുടെ അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മഹിയും ജയനും പഴയ സുഹൃത്തുക്കളാണ്. ആ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്കുള്ള റിലേഷൻസ് അവനും ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടത്. സ്വയം രക്ഷപ്പെട്ടതല്ലോ, അവൻ രക്ഷിച്ചതല്ലേ. ഓ, ഇനിയിപ്പോ അവന്റെ കാരണത്തിലാ നമ്മുടെയൊക്കെ ജീവിതം. കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി. ജയ, ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിന് നമ്മളൊക്കെ ശിക്ഷ അനുഭവിക്കും. ഉറപ്പ്, ഉറപ്പാണ്.